നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ 2 ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ 1 നമ്മൾ പ്രഡിക്ഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രഡിക്ഷൻസിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പിന്നെ വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. രണ്ടാം റൗണ്ടിലെ മത്സരങ്ങളുടെ പ്രഡിക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടാം റൗണ്ടിൽ ഒരു പിടി വമ്പൻ പോരാട്ടങ്ങളുണ്ട്. ആ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് ബ്രൈറ്റണും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെ മത്സരങ്ങൾക്ക് തുടക്കമാവുകയായി. മാച്ച് ഡേ 2 മത്സരങ്ങൾക്ക് തുടക്കമാവുകയായി. പിന്നെ രാത്രി 7:30 ഇന്ന് ഒരു പിടി മത്സരങ്ങൾ ഒരുമിച്ചുണ്ട്. ടോട്ടനാം വേഴ്സസ് എവേർട്ടൺ, ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് വെസ്റ്റ് ഹാം, സതാംപ്ടൺ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ഫുൾഹാം വേഴ്സസ് ലെസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ഇപ്സ്വിച്ച് ടൗൺ. ഈ കളികളൊക്കെ ഇന്ന് രാത്രി 7:30 ഇന്ന് രാത്രി 10 മണിക്ക് ആഴ്സണൽ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. എവേ മത്സരമാണ്. ആസ്റ്റൺ വില്ലയ്ക്കെതിരെ കളിക്കുന്നു. പിന്നെ നാളെ വൈകിട്ട് 6:30 ബേൺമൗത്തും ന്യൂകാസിലും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതേ സമയത്ത് തന്നെ വോൾസും ചെൽസിയും തമ്മിലുള്ള പോരാട്ടവുമുണ്ട്. നാളെ രാത്രി 9 മണിക്ക് ലിവർപൂളും ബ്രെൻഫോർഡും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെ പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ 2 കളികൾ അവസാനിക്കുകയായി. സോ ഈ മാച്ച് ഡേ 2 മത്സരങ്ങളുടെ ഒരു പ്രഡിക്ഷനിലേക്ക് നമ്മൾ കിടക്കുന്നു. ബ്രൈറ്റൺ ആൻഡ് ഹോവ് ആൽബിയണും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന മത്സരം ആര് വിജയിക്കും? യുണൈറ്റഡ് നമുക്കറിയാം ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ച് കയറിയതാണെങ്കിൽ ബ്രൈറ്റണ് ആദ്യ പാദത്തിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എവേർട്ടന് മേൽ അവരങ്ങ് നിറഞ്ഞ അടി ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മികവ് അവരിന്നും ആവർത്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. യുണൈറ്റഡിനൊരു ഷോക്ക് കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 2-1 ബ്രൈറ്റൺ വിജയിക്കുമെന്നാണ്. ഒരു പക്ഷേ യുണൈറ്റഡ് ആരാധകർക്ക് ഈ ഒരു പ്രഡിക്ഷനോട് എതിർപ്പുണ്ടാവും, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. മാന്യമായ ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് വെസ്റ്റ് ഹാം യുണൈറ്റഡ് പോരാട്ടം. ഈ കളി ക്രിസ്റ്റൽ പാലസ് 2-1 വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. ദെൻ ഫുൾഹാം വേഴ്സസ് ലെസ്റ്റർ സിറ്റി പോരാട്ടം. പ്രീമിയർ ലീഗിലേക്കുള്ള മടങ്ങി വരവിൽ ജെയ്മി വാർഡി ഗോളടിക്കുന്നത് കഴിഞ്ഞ മാച്ച് വീക്കിൽ നമ്മൾ കണ്ടു. ഈ തവണയും അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഫുൾഹാം ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. ദെൻ മാഞ്ചസ്റ്റർ സിറ്റിയും ഇപ്സ്വിച്ച് ടൗണും തമ്മിലുള്ള പോരാട്ടം. അത് തീർച്ചയായിട്ടും സിറ്റിയുടെ ഒരു സർവാധിപത്യമാവും. മറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ ന്യായമില്ല. എർലിംഗ് ഹാലൻഡ് ഗോളടി മേളം തുടങ്ങിക്കഴിഞ്ഞു. ഒരു പക്ഷേ സിറ്റി തകർപ്പൻ വിജയം സ്വന്തമാക്കിയേക്കും. ഏകപക്ഷീയമായ 4 ഗോളിന് സിറ്റി വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. സതാംപ്ടൺ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാധ്യത കൂടുതൽ നമ്മൾ കാണുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനാണ്. ഏകപക്ഷീയമായ 1 ഗോളിന് നോട്ടിംഗ്ഹാം വിജയിച്ചേക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. ദെൻ ടോട്ടനാം വേഴ്സസ് എവേർട്ടൺ. ആദ്യ മത്സരം അത്ര നല്ലതായിരുന്നില്ല 2 ടീമിനും. അതുകൊണ്ട് വിജയിച്ചേ പറ്റൂ എന്നുള്ള നിലയിൽ 2 ടീമിൻ്റെ ഭാഗത്തു നിന്നും കടുത്ത പോരാട്ടത്തിനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. ദെൻ ആസ്റ്റൺ വില്ല വേഴ്സസ് ആഴ്സണൽ പോരാട്ടം. പോയ സീസണിലൊക്കെ കിരീടത്തിന് തൊട്ടരികിലേക്ക് എത്തുകയും പിന്നീട് ആ കിരീടം നഷ്ടപ്പെടുകയും ചെയ്ത ഒരവസ്ഥയിലാണ് ആഴ്സണലുള്ളത്. ഇത്തവണ അവർ അത് കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ തുടക്കം മുതൽ തന്നെ മിന്നി കത്തേണ്ടതുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ തുടക്കത്തിൽ മിന്നി പിന്നെ അവസാനം കാലിടുക. അത് സംഭവിക്കാതിരിക്കേണ്ടതുണ്ട്. ആർട്ടിറ്റയും സംഘവും ഇത്തവണ ഒരുങ്ങി തന്നെയാണ്. പക്ഷേ ആസ്റ്റൺ വില്ലയുടെ ഭാഗത്തു നിന്നൊരു കടുത്ത എതിർപ്പ്, ഒരു കടുത്ത ചെറുത്തുനിൽപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ പോലും 2-1 ആഴ്സണൽ വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. ദെൻ ബേൺമൗത്ത് വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ്. കഴിഞ്ഞ മത്സരത്തിൽ 10 പേരായിട്ട് ചുരുങ്ങി. 28ാമത്തെ മിനിറ്റിൽ ഫാബിയൻ ഷാറിന് റെഡ് കാർഡ് കിട്ടി. 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും വിജയിച്ച് കയറിയിരുന്നു ന്യൂകാസിൽ എന്ന കാര്യം ഓർക്കുക. അവരത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബേൺമൗത്തിനെ പരാജയപ്പെടുത്തിയേക്കും. ദെൻ വോൾവർഹാംപ്ടൺ വേഴ്സസ് ചെൽസി പോരാട്ടം. ചെൽസി പലതരത്തിൽ വാർത്തകളിൽ ഇങ്ങനെ നിറയുകയാണ്. കളിക്കാരുടെ ബാഹുല്യം. എന്നാൽ അത്രയധികം ആളുകൾ അവിടെ ഉണ്ടെങ്കിലും ഞാൻ ഏതായാലും 10-21 താരങ്ങളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്ന് മഴസ്ക പറഞ്ഞത്. ഇതൊക്കെ ചർച്ചയായിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ വോൾവർഹാംപ്ടനെതിരെയുള്ള പോരാട്ടത്തിന് അവർ ഇറങ്ങുമ്പോൾ വിജയിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നമ്മുടെ ഒരു പ്രഡിക്ഷൻ 2-1 വോൾസ് വിജയിക്കുമെന്നാണ്. അടുത്ത പോരാട്ടം ലിവർപൂൾ വേഴ്സസ് ബ്രെൻഫോർഡ് പോരാട്ടമാണ്.
ആർനെ സ്ലോട്ടിൻ്റെ കീഴിൽ ലിവർപൂൾ അവരുടെ വിജയക്കുതിപ്പ് തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രെൻഫോർഡിൻ്റെ വിജയം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഈ പ്രഡിക്ഷനിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി ഈ പ്രഡിക്ഷനുകൾക്ക് എന്ത് സംഭവിക്കും, കളിക്ക് ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പ്രഡിക്ഷൻ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കുകയും പിന്നെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊന്നും അതുപോലെ തന്നെ കളിക്കളത്തിൽ നടന്നു കൊള്ളണമെന്നില്ല. മുൻ കളികളുടെ കാര്യവും അതുപോലെ മറ്റ് ലഭ്യമായിട്ടുള്ള ഡാറ്റകളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഫുട്ബോൾ പ്രേമികൾ ഫുട്ബോളിൻ്റെ ആവേശത്തിലങ്ങ് പറയുന്നതാണ്. അത് അതേപോലെ തന്നെ സംഭവിക്കണമെന്നില്ല. 90 മിനിറ്റ് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നത് തന്നെയാണ് പ്രാധാന്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.